ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തീരുമാനങ്ങളാണ് നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്? നിങ്ങളെടുത്ത ഒരു കോഴ്സ്, ഒരു ജോലി, നിങ്ങൾ തുടങ്ങിയ ബിസിനസ്, നിങ്ങൾ വാങ്ങിയ കാറ്, നിങ്ങൾ ഉണ്ടാക്കിയ വീട്, നിങ്ങൾ കഴിച്ച കല്യാണം, നിങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവിത രീതി, ഇതിൽ എത്ര എണ്ണം നിങ്ങളുടെ ഹൃദയം, ഞാൻ ചോദിച്ച ചോദ്യം ഓർക്കണം, ഹൃദയം, ബ്രെയിൻ അല്ല, ഹൃദയം തിരഞ്ഞെടുത്തതാണോ? അത് നിങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്നർത്ഥം. നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ? സ്വാധീനിക്കപ്പെടാതെ എത്ര തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്? അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അത് മറ്റുള്ളവരുടെ അഭിപ്രായം എന്താ, ആളുകൾ എന്ത് പറയും എന്ന ഭയമാണ് ഞങ്ങളുടെ പല തീരുമാനങ്ങളും തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ ലോകത്ത് ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ, നമ്മളെ തലയിലൊക്കെ പല കാര്യങ്ങളും ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ടല്ലേ, ഇതൊക്കെ മരിച്ചുപോയി. എന്താ കാരണം എന്നറിയാം? മറ്റുള്ളവരുടെ അഭിപ്രായത്തെക്കുറിച്ചുള്ള ഭയം. ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഇത്രയും ഭയപ്പെടുന്ന ഈ സമൂഹമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ എന്താണ്? ആക്ച്വലി സമൂഹം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ലല്ലോ, അതൊരു കൂട്ടമായിട്ടുള്ളൊരു ഓർമ്മയല്ലേ. അത് പരസ്പരം സ്വാധീനിക്കപ്പെടുന്ന ഒരു കൂട്ടം. ഇപ്പം നമ്മൾ സംസ്കാരം എന്ന് പറയും, ഒരു പ്രത്യേക സ്ഥലത്ത് ആളുകളുടെ ചിന്താഗതി ഒരു പ്രത്യേക ചിന്താഗതി ആയിരിക്കും അല്ലേ. ഇത് നമുക്കൊരു കൂട്ടായിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കപ്പെട്ട ഒരു കൂട്ടായ ഓർമ്മ. ആ ഓർമ്മകൾ എന്താ? തലമുറകളായിട്ട് വന്ന അനുഭവങ്ങളും വിശ്വാസങ്ങളും ശീലങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു സംവിധാനം. അതിലൊരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കാലം മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഈ സമൂഹം വെച്ച് പുലർത്തി പോരുന്ന, അത് ഈ കാലത്തിന് യോജിക്കാത്ത വിശ്വാസങ്ങളുണ്ടാവും. എന്നാലും സമൂഹത്തിനെ പടക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ പുനർവിചിന്തനത്തിന് തയ്യാറാക്കില്ല. ഇത് സമൂഹത്തിൽ കൂടെ നിന്നെന്താ ഗുണം വെച്ചാൽ, നമ്മൾ ഒറ്റക്കൊരു തീരുമാനം എടുക്കുന്ന പോലെ അല്ലല്ലോ. നമ്മുടെ തീരുമാനത്തിൽ സമൂഹത്തിന് നമ്മൾ സഹായിക്കാൻ കഴിയും അല്ലേ. പക്ഷേ പ്രധാന പ്രശ്നം എന്താ അറിയുക? സഹായിക്കാൻ എല്ലാവർക്കും കൂടുതൽ കഴിയുക. നമ്മളുടെ അപാരമായ സാധ്യതയില്ലേ, അതിനെ പരിമിതപ്പെടുത്തുക ചെയ്യുക. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചരിത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ പല ആശയങ്ങളും അവതരിപ്പിച്ച മിക്ക ആളുകളെയും ആ സമൂഹം സംശയത്തോടു കൂടിയിട്ടാണ് കണ്ടത്. പുതിയതായി ആരെന്ത് കൊണ്ടുവന്നാലും, പുതിയ കണ്ടുപിടുത്തം, ഇപ്പോൾ ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനെ പിന്നെ സമൂഹം ജീവനോടെ വെച്ചില്ല എന്നാണ് പറയുന്നത്. കാരണം മനുഷ്യൻ്റെ തലച്ചോറ് പരിചിതമായ കാര്യങ്ങളാണ് സുരക്ഷിതമായിട്ട് തോന്നുന്നത്. പുതിയത് എന്ത് വന്നാലും ഡേഞ്ചർ, നമ്മുടെ സ്വസ്ഥത കെടുത്ത കാര്യം. എന്തിനപ്പുറത്ത് വേറൊരാൾ വലിയ വീടുണ്ടാക്കിയാൽ വരെ, വലിയ കാറ് വാങ്ങിച്ചാൽ വരെ നമ്മളുടെ സ്വസ്ഥത പോലെ. കാരണം നമ്മളും വലിയ കാറും വലിയ വീടൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരില്ലേ. അപ്പം നമ്മൾ പുതിയതായി എന്ത് കണ്ടാലും നമുക്ക് സുരക്ഷിതമല്ല എന്ന് തോന്നും. പുതിയ കാര്യങ്ങൾ ആദ്യം നമ്മളിൽ അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുക. ഇത് മനഃശാസ്ത്രത്തിലെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവണതയാണ്. അതിനാൽ എല്ലാവരും നിങ്ങളെ ഉടൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്, അത് സമൂഹത്തിൽ പുതുമകളെ എതിർക്കുന്നു പറഞ്ഞില്ലേ, ഉടൻ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ആശയം തെറ്റാണെന്ന് നിങ്ങൾ ധരിക്കരുത്. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ ന്യൂറോ സയൻസ് പറയുന്നത് മനുഷ്യൻ്റെ ബ്രെയിൻ സാമൂഹിക അംഗീകാരത്തെ വിലമതിക്കുന്നുണ്ട്. ബ്രെയിൻ ഇട്ട ഹൃദയമല്ല. കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അതിനാൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടണം എന്ന ആഗ്രഹം സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ ആ അംഗീകാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഏക മാനദണ്ഡമാക്കി മാറ്റിയാൽ, സമൂഹത്തിൻ്റെ അംഗീകാരം മാനദണ്ഡമാക്കി മാറ്റിയാൽ പുതിയത് വല്ലതും സംഭവിക്കുമോ? സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുവരെ കണ്ടെത്തിയത് അല്ലേ, ഇപ്പോൾ ഉള്ള ഇത്, അതിനെല്ലാം സമൂഹം എന്ന് പറയുന്നത്. പുതിയത് കിടക്കുന്നത് ഇവിടെ അല്ല, ഇത് പഠിച്ച കാര്യങ്ങളാണ്, മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പുതിയത് വരുന്നത് ഇവിടുന്ന ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണത്താൽ ഈ സമൂഹത്തിൻ്റെ അംഗീകാരം വേണം. കാരണം നമ്മൾ ഒറ്റക്കല്ലല്ല, നമ്മൾ ഒറ്റക്കാണെന്നുള്ള തോന്നലുണ്ടാവും. നമ്മൾ ഒരു കാര്യം ഒറ്റക്ക് തീരുമാനിക്കുമ്പോൾ നമ്മൾ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ മറ്റുള്ളവരായിട്ട് നമ്മളെ സഹായിക്കില്ല. ഒരു ഇത് പറയും, നീ എന്തിനാണത് ചെയ്യാൻ നിന്നത് എന്ന് സമൂഹം നമ്മളെ കുറ്റപ്പെടുത്തും. അപ്പോൾ നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മളെ മൂല്യങ്ങൾ നോക്കിയിട്ടല്ല, മറ്റുള്ളവരുടെ പ്രതികരണം നോക്കിയിട്ടാണ്. ഇതേക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോകും. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പുതിയ ജീവിതം, അതിവിടെയും അത് സമൂഹത്തിൽ നോക്കി കിട്ടില്ല. അപ്പം നമ്മൾ മറ്റുള്ളവരുടെ പ്രതികരണം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അതോ വിജയിച്ചവനായി കാണപ്പെടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ രണ്ട് ചോദ്യത്തിന് വലിയ വ്യത്യാസമുണ്ട്. ചിലർ വില കൂടിയ വാച്ച് വാങ്ങിക്കുന്നത് സമയം നോക്കാനല്ല, മറ്റുള്ളവർ കാണാനാ. ചിലർ വീട് പണിയുന്നത് സമാധാനമായി ജീവിക്കാനല്ല, മറ്റുള്ളവരെ ആകർഷിപ്പിക്കാനാ. ഞാൻ സംഭവമാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. പക്ഷെ പുറത്തുനിന്നുള്ള കയ്യടി കൂടുമ്പോൾ അവർ കയ്യടിക്കും. പക്ഷെ ഉള്ളിൽ സമാധാനം അതുകൊണ്ട് കൂടണമെന്നുണ്ടോ? നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം എപ്പോഴാണ് വരുന്നത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുമ്പോൾ, നമ്മൾ ഹൃദയം പറയുന്നത് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ, അപ്പോഴല്ലേ നമ്മൾ പിറക്കുന്നത്. അത് നമ്മുടെ മനസ്സാക്ഷി പറയുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുമ്പോൾ, അപ്പോൾ മറ്റുള്ളവർ കൈയടിച്ചാലും നമ്മളത് ബാധിക്കില്ല, വിമർശിച്ചാലും അത് ബാധിക്കില്ല.
നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ സ്വാധീനിക്കപ്പെടാത്ത ഒരു മനസ്സ്, അതായത് സ്ഥിരത അപ്പോഴുണ്ടാവുക. അല്ലാതെ മറ്റുള്ളവരുടെ മുഖം നോക്കിയിട്ട് നമ്മൾ തീരുമാനം എടുത്താൽ അതിന് സ്ഥിരത ഉണ്ടാവില്ല. ഞാൻ രാവിലത്തെ സെഷനിൽ ആളുകളെ പഠിപ്പിക്കുന്നത് IEAS, ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റം. ഇതിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് സ്വന്തം മൂല്യങ്ങളെ കണ്ടെത്തണം. എന്തിനാണ് നമുക്ക് ആത്മവിശ്വാസം? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണോ, അതോ സ്വന്തം മൂല്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ? കാരണം എന്താ വെച്ചാൽ സ്വന്തം മൂല്യങ്ങൾ അറിയുന്ന മനുഷ്യനെ ജനക്കൂട്ടത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നിലപാടെന്ന് പറയില്ലേ, നിലപാടുള്ള മനുഷ്യനെ നാട്ടുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഇന്നത്തെ ടാസ്ക്കായിട്ട് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിൽ 2 തലക്കെട്ടുകൾ എഴുതുക. ഒന്നാമത്തത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ടാമത്തത്, ഇവിടെ ആരും എന്നെ വിലയിരുത്തുന്നില്ലെങ്കിൽ ഞാൻ എന്ത് തിരഞ്ഞെടുക്കും. അത് കാണാൻ ആരുമില്ല. നമ്മൾ ചെയ്യാൻ പോണ കാര്യം കാണാൻ ആരുമില്ലെങ്കിൽ, നമ്മളൊരു വീടുണ്ടാക്കാൻ പോകണം, അത് കാണാൻ ആരുമില്ലെങ്കിൽ ആ വീട് നമ്മൾ ഉണ്ടാക്കുമോ? നമ്മളൊരു ജോലി ചെയ്യാൻ പോവാം, ആ ജോലി എനിക്കിഷ്ടമുള്ളതാണോ അല്ലേ? അതോ നാട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ അഭിമാനത്തോടെ മറ്റുള്ളവർ നീ ഒരു ഭയങ്കര സംഭവമാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ജോലിയാണോ തിരഞ്ഞെടുത്തിട്ടുള്ളത്? സത്യസന്ധമായിട്ട് എഴുതുക. പിന്നീട് ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച തന്നെ ഈ നാട്ടുകാരുടെ തീരുമാനത്തിനനുസരിച്ചെടുത്ത തീരുമാനമില്ലേ, അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ച് മാറ്റാൻ തീരുമാനിക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങുക. വലിയ മാറ്റം വേണ്ട. പെട്ടെന്നുള്ളൊരു മാറ്റം നമുക്ക് സാധ്യത വരില്ല. കാരണം ആ ചെറിയ തുടക്കം ഉണ്ടല്ലോ, അത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഹോബിയോ നമ്മൾ ആവാൻ ആഗ്രഹിക്കുന്ന ആളുടെ കാര്യങ്ങളൊന്ന് ആരംഭിക്കുക. ചിലപ്പോൾ വരുമാനം കുറവായിരിക്കും, നാട്ടിൽ പേരും പ്രശസ്തിയൊക്കെ കുറവായിരിക്കും, എന്നാലും അതൊന്ന് ആരംഭിക്കുക. ഇങ്ങനത്തെ ചെറിയ തീരുമാനമില്ലേ, അതാണ് വലിയ വ്യക്തിത്വം, അതായത് നമ്മളെ സൃഷ്ടിക്കുന്നത്. ഇനിയൊരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് ഒരിക്കലും സൊസൈറ്റി അല്ല, സമൂഹമല്ല. സമൂഹത്തിൻ്റെ ശബ്ദത്തെ നമ്മുടെ സ്വന്തം ശബ്ദത്തേക്കാൾ വലുതാക്കി മാറ്റുന്ന ഒരു ശീലമാണ്. നമ്മൾ ഏതിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? നാട്ടുകാർ പറഞ്ഞതാണോ, മറ്റുള്ളവർ പറയുന്നതാണോ, അത് നമ്മുടെ ഹൃദയം പറയുന്നതാണോ? ഇതിനനുസരിച്ച് നമ്മുടെ ഹൃദയം പറയുന്നതിലേക്ക് നമ്മുടെ ശീലം ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ജീവിതം മാറും. നമ്മുടെ ജീവിതം ഇങ്ങനെ ത്രസിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ദീർഘകാല വിജയം തരുന്ന കാര്യങ്ങളെക്കാൾ, അതായത് നമുക്ക് കാര്യങ്ങൾ 2 ടൈപ്പാണ്, അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അത് അർജൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ശരിക്ക് വിജയം തരുന്ന കാര്യങ്ങൾ ഏതാ? ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് അർജൻറ്റ് എന്നുള്ളതാണ്. പക്ഷേ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കിട്ടും വരുന്നില്ല. അത് ദീർഘകാല വിജയം തരുന്ന കാര്യങ്ങളെക്കാൾ ഉടൻ സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സ് ഓടുന്നത്. എന്തുകൊണ്ടാണ് 1 മണിക്കൂർ പഠിക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുന്നത് എളുപ്പമാകുന്നത്? ഡോപ്പമിൻ എന്ന രാസപദാർത്ഥം നമ്മുടെ തീരുമാനങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ഇതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കാം? ഇതാണ് അടുത്ത വീഡിയോ. കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, ചിലപ്പോൾ നമ്മുടെ തലച്ചോറിൽ നമ്മൾക്ക് അറിയാണ്ട് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള ശീലങ്ങളായിരിക്കും. ഇത് മാറ്റാൻ പഠിക്കാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് മാറ്റാൻ പഠിക്കാം.